വിശ്വാസികളെ ഊഞ്ഞാലാക്കുന്ന പാതിരികളെ ഊതിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനത്തിലെ കുറിച്ചി സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് പള്ളി വികാരി ഫാദർ ഫിലിപ്പോസിനെ കൊണ്ട് ബ്രത്ത് അനലൈസറിൽ ഊതിപ്പിച്ച സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ഭദ്രാസന കൗൺസിൽ യോഗം കൂടി ഒരു പ്രതിഷേധം നടത്തുകയുണ്ടായി. എന്നിട്ട് പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നും പറഞ്ഞാണ് അവർ ആ പ്രതിഷേധം നടത്തിയത്. സെമിനാരി വിദ്യാർത്ഥികളെ പണ്ട് ഊതിപ്പിച്ചിരുന്ന മെത്രാനാണ് ആ പ്രതിഷേധ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. വിശ്വാസികളെ ഊഞ്ഞാലാക്കുന്ന ഈ പാതിരിപ്പാമ്പുകളെ വല്ലപ്പോഴും പോലീസ് പിടിച്ച് ഊതിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ബഹുഭൂരിപക്ഷം ഓർത്തഡോക്സ് വിശ്വാസികളുടെയും ഒരിത്. കോട്ടയത്ത് നിന്നും ഓർത്തഡോക്സ് സഭാംഗമായ വർഗീസ് അച്ചായന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇന്ന് രാവിലെ ഐറ്റോ ന്യൂസിനകത്തൊരു സംഗതി കേട്ടല്ലോ. ലോഹയിട്ട് കാർ ഓടിച്ചുകൊണ്ട് പോയ ഒരു അച്ഛനെ തടഞ്ഞു നിർത്തി മദ്യവെച്ചിട്ടുണ്ടോ എന്നറിയാൻ പോലീസ് ഊതിച്ചെന്നാണ് അതിനകത്ത് കേട്ടത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, സകലമാന പേരെയും പരിശോധിച്ചോ എന്ന് മേളിൽ നിന്നൊരു ഓർഡർ വന്നാൽ വൈദികനെ പരിശോധിക്കരുത് എന്ന് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ടോ? പരിശോധിക്കേണ്ടാത്ത ആളുകളുടെ ഒപ്പം ഒരു മന്ത്രി പോവാ, മന്ത്രിക്ക് എസ്കോർട്ട് വിട്ട് വരിക, ആ സമയത്ത് മദ്യവെച്ചിട്ടുണ്ടെന്ന സാധാരണഗതി നോക്കത്തില്ല. കാര്യം അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ VIPസിനെ ഒന്നും അങ്ങനെ നോക്കാറില്ല. കാര്യം അവർക്ക് നേരത്തെ മെസ്സേജ് കൊടുക്കും, ഇന്ന റൂട്ടിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ആംബുലൻസ് സകല വണ്ടികളും തടഞ്ഞു നിർത്തിക്കൊണ്ടില്ലയോ ആംബുലൻസിനെ കയറ്റി വിടുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. റോഡ് നിയമങ്ങൾ എന്ന് പറയുന്ന ചില നിയമങ്ങളുണ്ട്. അതായത് അത് പിന്നെ പരിശോധിക്കാനൊക്കെ അതായത് സ്ഥലത്തെ പോലീസ് അതുപോലെ MPD ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരവരുടെ ഡ്യൂട്ടി ചെയ്തു. അച്ഛനാണെന്നോ കപ്പ്യാരാണെന്നൊന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ല. ഊതാൻ പറഞ്ഞു, ഊതിയേച്ച് പോയി. അല്ലെങ്കിൽ വണ്ടി അങ്ങോട്ട് നീക്കിയിട്ട് ഊതുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി അങ്ങോട്ട് നിർത്തിയിരുന്നെങ്കിൽ വിവരം അറിയാമായിരുന്നു. ഇത് ഇങ്ങനെ തട്ടിക്കയറി കാണും. ഞാൻ പട്ടക്കാരനാന്ന് പറഞ്ഞ് കുപ്പായം പൊക്കി കാണിച്ചു കാണും. ഞാൻ കണ്ടു, ഞാൻ പട്ടക്കാരനാണ്. ഈ പട്ടക്കാർ കാണിക്കുന്നതിനെ പറ്റി നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളല്ലേ. എത്ര എണ്ണം ഇപ്പൊ ജയിലിൽ കിടക്കുന്നു മദ്യവെച്ചിട്ട് ചെവി അറിയാതെ. ഞാനൊരിക്കൽ കേട്ടിട്ടുണ്ട്, ഒരച്ഛൻ കോട്ടയത്ത് ഒരു ബാറിൽ കയറി മദ്യവെച്ച് ബാക്കിയുള്ളത് പൊതിഞ്ഞ് കെട്ടി കുപ്പായത്തിനകത്തിട്ടുകൊണ്ട് പോയ കാര്യം ഒന്നും ഇപ്പം വെളിയിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കൊള്ളാവുന്ന ഹൈ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അത് കണ്ടത്. അത് എൻ്റെ അടുക്ക പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പം ആ അച്ഛനിപ്പം ജീവിച്ചിരിപ്പില്ല, നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പരിശോധിച്ച ഏതാണ്ട് വലിയൊരു കുറച്ചിൽ പോലെ ഇവിടെ ഇടവചനങ്ങളെ മൊത്തം ഊതിക്കുക അല്ലയോ? അല്ലെങ്കിൽ പറ, ഇവരുടെ പരിപാടി പിന്നെ എന്തുവാ? ഇടവചനങ്ങളെ മൊത്തം അങ്ങ് ഊതിക്കുക. എന്നിട്ട് ഇദ്ദേഹത്തിനെ ഒന്ന് ഊതിച്ചപ്പോഴത്തേക്ക് ഇടവചനങ്ങൾ മദ്യവെച്ചോന്നല്ല ഊതിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് മനസ്സിലായി കാണുമല്ലോ. ഊതിക്കാന്ന് സാറേ ഊതാതെന്ന് പറഞ്ഞു. പണ്ടൊരു പയ്യനൊരു അധ്യാപകനോട് പറഞ്ഞു, സാറേ ഊതാതെ എന്ന് പറഞ്ഞതുപോലെ ഇടവചനങ്ങളെ മൊത്തം ഊതിച്ച് നടക്കുന്ന ഇവർക്ക് സർക്കാരൊന്ന് ഊതിക്കാൻ പറഞ്ഞതിനെന്താ ഇത്രയും കയറി കൊണ്ടത്? അത് ശരിയായ ഒരു കാര്യമൊന്നും അല്ല. രാജ്യത്തിന് രാജാവിനും കീഴ്പ്പെട്ടിരിപ്പിനെന്നാ കർത്താവിനാ കരം കൊടുത്തത്. ഞാൻ ദൈവപുത്രനാ, എനിക്ക് കരമില്ലെന്ന് പറഞ്ഞ് വേണേ ഒന്ന് മാസിൽ പിടിക്കായിരുന്നല്ലോ. അന്നേരവും ചെയ്തത് എന്തുവാ? പത്രോസിനെ തടഞ്ഞിട്ട് പറഞ്ഞ് അവരവരുടെ ജോലി ചെയ്യട്ടെന്നാ പറഞ്ഞത്. ഇതൊക്കെ എന്നാ ഇവരിത് പഠിക്കുന്നത്? സെമിനാരിൽ എന്തുവാ പഠിപ്പിച്ചത്? ഉപ്പായ വിട്ട എന്നെ ഊതിച്ചു. ഉടനെ മേലധികാരികളെ വിളിച്ചു പറഞ്ഞു. മേലധികാരികൾ താഴോട്ട് ചോദിക്കുമോ, നിങ്ങൾ എന്തിനാ ഊതിച്ചെന്ന് ചോദിക്കുമോ? കുപ്പായത്തിന് വില അവർ തന്നെയല്ലയോ കളഞ്ഞത്? കുപ്പായത്തിന് വിലയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു, അവർ തന്നെ കളഞ്ഞത്. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.